ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മജ്ബൂസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സാധാരണ ബസ്മതി റൈസ് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഇത്തിരി ഓയിലും ഉപ്പും കൂടി ചേർക്കണേ. ഒരു പാനിൽ ഓയിലും നെയ്യും ഒഴിച്ച് പൊടിയായി കൊത്തിയരിഞ്ഞ സവാളയും പിന്നെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഫുള്ളായിട്ടുള്ള കുരുമുളക്, ഏലക്കായ, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാമല്ലേ. അപ്പോൾ ഇത് വഴന്ന് വരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമല്ലേ. അതിന് ശേഷം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് മസാലപ്പൊടികൾ ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കപ്സ മസാല ഇത്രയും കൂടിയിട്ട് ആ മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി അടിച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ ഫ്ലെയിം നന്നായി കൂട്ടി വെക്കണേ. അപ്പോൾ ഒരു വൈറ്റ് കളർ ആയതിനു ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇത് മഞ്ഞൾ, മുളക്, ഗരം മസാല ചേർത്ത് മസാലക്കൂട്ടിൽ ചേർത്ത് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത ആ മസാലയിലേക്ക് വെന്തൂറ്റിയ റൈസ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പിന്നെ പൊരിച്ച് വെച്ച ചിക്കൻ ഏറ്റവും മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. 2 മുട്ട ബുൾസൈ ആക്കിയത് ഇത്തിരി ചെറുനാരങ്ങ നീരും പഞ്ചസാര, ഉപ്പ്, ഓയിൽ ചേർത്തിട്ട് ഞാൻ മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് റൈസൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. ഇതാ റെഡിയായ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള മന്തിയാണ്. സ്മോക്കൊന്നും വെച്ചിട്ടില്ല, എങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്റ്റൈലിലുള്ള മജ്ബൂസ് റെഡിയാണ്. മന്തി എന്ന് പറഞ്ഞു പോയത് മന്തീൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. താങ്ക് യു.